തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണ ചൂട് കൂടുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി ഇവിടെ എത്തി പ്രചാരണം നടത്തി. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാ പാർട്ടികളും അവരുടെ പ്രചരണം ഉഷാറാക്കുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രാജൻ ജെ പല്ലൻ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വാഹന പ്രചരണം ആരംഭിക്കുകയാണോ? അതെ, വാഹന പ്രചരണ പരിപാടികൾ ഒരു ദിവസം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? ഇന്നലെ ഇപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ വന്നു. അപ്പം പ്രധാനമന്ത്രിയൊക്കെ വന്ന് കഴിഞ്ഞ തവണ വോട്ട് ചോദിച്ച് റോഡ് ഷോ ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി അവിടെ വിജയിച്ചു. അപ്പോൾ ഇത്തവണ പ്രധാനമന്ത്രിയുടെ വരവ് അത് എത്രത്തോളം സ്വാധീനിക്കും വോട്ടർമാരെ? പ്രധാനമന്ത്രിയുടെ വരവ് ഞാനത് അത്ര ഗൗരവമായി കാണുന്നില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേതാക്കൾ വരുന്നു പോകുന്നു അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. മേയറായിരുന്ന കാലഘട്ടങ്ങളിൽ 1.5 വർഷം കൊണ്ട് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ജനങ്ങളുമായി കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് രാജൻ പല്ലൻ മേയറായിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ട്, നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യും, അതുകൊണ്ട് നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ കൃത്യമായ ചെയ്യുമെന്നൊക്കെ വിശ്വാസമുള്ളത് അവർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മേയറായി കഴിഞ്ഞതിന് ശേഷം 10 വർഷക്കാലം തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിച്ചത് LDF ആണ്. ഇവിടെ 10 വർഷക്കാലം LDF MLA ആയിരുന്നു. ഗവൺമെൻറ്റും LDFൻ്റെ ആയിരുന്നു. എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ആർക്കും സാധിക്കുന്നില്ല. 2 MLA ഒരാൾ മന്ത്രിയായിരുന്നു. തൃശ്ശൂർ പട്ടണത്തിന് വേണ്ടി MLA ആയിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് അവരുടെ പരാജയത്തിൻ്റെ തുടക്കം. തീർച്ചയായും എന്തായാലും എന്തൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇവിടെ മറ്റുള്ളവർ നടത്തിയാലും താൻ തന്നെ വിജയിക്കും എന്നുള്ളൊരു ഉറച്ച ആത്മവിശ്വാസത്തിലാണ് രാജൻ ജെ പല്ലൻ പ്രചാരണം തുടരുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.